ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് ടാഗി ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, അതുകൊണ്ട് നമുക്കിന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് മുട്ട ചേർക്കാതെയാണ്. അപ്പോൾ വെജിറ്റേറിയൻസിന് പോലും കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയല്ല ചേർക്കുന്നത്, തേനാണ്. ശരി, അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് നമ്മുടെ എഗ്ലെസ് ഹണി പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചെറി, ഒരു 10 ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ്. പിന്നെ 12 ഡേറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കിസ്മിസാണ്. പിന്നെ 75 ml ഓറഞ്ച് ജ്യൂസ്. ഇനി ഈ ഓറഞ്ച് ജ്യൂസിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കുതിർത്ത് വയ്ക്കണം. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ കുതിർത്ത് വയ്ക്കേണ്ടതാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തലേദിവസം ഓറഞ്ച് ജ്യൂസിലിട്ട് വയ്ക്കാവുന്നതാണ്. പിന്നെ ഡേറ്റ്സും ചെറിയൊക്കെ കുറച്ച് ചെറുതായിട്ട് നുറുക്കിയിട്ടാൽ നന്നായിട്ടുണ്ടാവും. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിങ്ങനെ 1 മണിക്കൂർ നേരമെങ്കിലും ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് കേക്കിന് ആവശ്യമായ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മുടെ ഹണി പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1/4 കപ്പ് ഗോതമ്പ് പൊടി വേണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ഇഞ്ച് നീളത്തിൽ കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 3 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ 2 ചെറിയ കഷ്ണം നട്ട്മെഗ്, നമ്മുടെ ജാതിക്ക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത സ്പൈസസ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്ലോറിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ കൂടെയിട്ട് അരിച്ചെടുക്കണം. നമ്മളിപ്പോൾ ചെറിയ ജാറിലിട്ട് പൊടിച്ചതാണെങ്കിൽ കൂടെ കുറച്ചേ ഉള്ളത് കൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ കൂടെ ഇട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി അവസാനമായി ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇനി ഈ ഗോതമ്പ് പൊടിയും കോൺഫ്ലവറും സ്പൈസസും എല്ലാം കൂടെ നന്നായിട്ട് 2-3 വട്ടം അരിച്ചെടുക്കണം. ഈ കറുവപ്പട്ട അല്ലെങ്കിൽ സിന്നമണിൻ്റെ പൗഡർ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 ടീസ്പൂൺ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി, കറുവപ്പട്ട തന്നെ ചേർക്കുന്നതിന് പകരം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുക്കുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചുക്കുപൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 2-3 വട്ടം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കുറച്ച് വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ട, വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേനാണ്. അപ്പോൾ 1/2 കപ്പ് തേനാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തേനിന് പകരം ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ പ്ലം കേക്ക് ആയതുകൊണ്ട് പഞ്ചസാര കാരമലൈസ് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. 3 ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും പുളിയില്ലാത്ത കട്ട തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു വിസ്ക് ഉപയോഗിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഫ്ലോർ കുറച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കാൻ ശ്രദ്ധിക്കുക. ഇതിനിടയ്ക്ക് നമുക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് അതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. കുറച്ച് കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്, ഏകദേശം ഒരു 10 കാഷ്യൂനട്ട്, 8 ബദാം, പിന്നെ കുറച്ച് പിസ്ത, അതും ഒരു 5-8 എടുത്താൽ മതി. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാലിൻ്റെ അളവ് എത്രയാണെന്ന് പറയുന്നില്ല, ഏകദേശം ഒരു 1/4 കപ്പ് പാലാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് ഇളക്കി നോക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണ് കേക്കിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി. നമുക്കിനി ഇത് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റി ബേക്ക് ചെയ്യാം. നിങ്ങൾക്ക് ബാറ്റർ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചെറിയ കേക്ക് ടിന്നാണ്, 6 ഇഞ്ചിൻ്റെ ഉള്ളൂ. അതിൻ്റെ അടിയിലൊരു
ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ സൈഡിൽ പതുക്കെ ഒന്ന് ബട്ടറും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വേറൊരു ചെറിയ കേക്ക് ടിന്നിലേക്കും കൂടെ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തത്. കേക്ക് ടിന്നിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പതുക്കെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂം കിസ്മിസും ചെറിയൊക്കെ ഉപയോഗിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നോൺ സ്റ്റിക്ക് കടായി ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇടേണ്ടത്. നമ്മുടെ സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബർണറിലാണിത് വച്ച് കൊടുക്കേണ്ടത്. 50 മുതൽ 60 മിനിറ്റ് വരെ വേണം ഇത് ബേക്കായി കിട്ടാൻ. ബാക്കി ഉണ്ടായിരുന്ന ബാറ്റർ ഞാനൊരു ചെറിയ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുകയാണ്. നമുക്കിത് ഓവനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ ഒരു 40-45 മിനിറ്റ് വേണം ഇത് ബേക്കായി കിട്ടാൻ. 180 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. 50 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ച കേക്ക് ഏകദേശം ബേക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിത് ബേക്കായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്, ബേക്കായിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം തണുത്ത് കഴിഞ്ഞ് ഇത് കട്ട് ചെയ്യാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെയൊക്കെ അനുസരിച്ച് ബേക്ക് ചെയ്യുന്നതിനുള്ള ടൈം വ്യത്യാസപ്പെടും. അപ്പോൾ ഒരു 40-50 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ 80 മിനിറ്റ് വരെ ആകും ഈ സ്റ്റൗവിൽ ഇത് ബേക്കായി കിട്ടാൻ. എഗ്ലെസ് ഹണി പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ എഗ്ലെസ് ഹണി പ്ലം കേക്ക് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ടും അതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോകുന്നില്ല. നന്നായിട്ട് തന്നെ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഹണി എഗ്ലെസ് പ്ലം കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കാരണം ഓവനൊന്നും വേണ്ടല്ലോ, പ്രഷർ കുക്കറിലോ കടായിലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.